Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഏതൊക്കെ കര ആരൊക്കെ എടുക്കുന്നു എന്നുള്ളത് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തണം. കരയോ? ആ, കരയെടുത്തല്ലോ. ഏത് കരയാണ് നമ്മൾ എടുക്കുന്നത്? തെക്കേക്കര. നമ്മൾ ഇനി അങ്ങോട്ട് തെക്കേക്കരയാണ്. അത്രേ ഉള്ളൂ. തെക്കേക്കര. നിങ്ങൾ തെക്കേക്കരയെങ്കിൽ ഞങ്ങൾ വടക്കേക്കര. അതങ്ങനല്ലേ പറ്റൂ. അല്ലാതെ പിന്നെ വേറെ കരയില്ലല്ലോ. ഞങ്ങൾ കുറച്ച് വെടക്കാണ്, അതുകൊണ്ട് ഞങ്ങള് വടക്കക്കര. തെക്കേക്കരക്ക് ജയ്, തെക്കേക്കരക്ക് ജയ്, തെക്കേക്കരക്ക് ജയ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആണോ വന്നേക്കുന്നത്? അവര് തന്നെയല്ലേ അവിടെ ഇരിക്കുന്നേ. നമുക്കെന്താ ജയ് വിളിക്ക് ഒരു കുറവ്? അതെ, അല്ല, അവർക്കറിയാം ജയ് വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തിനാണ് തൊണ്ട കളയുന്നതാണ് അവര് ആലോചിച്ചത്. അല്ല, നിങ്ങൾ ശരിക്കും ഒരു പഞ്ചായത്തിൽ നിന്നല്ലേ വരുന്നത്, അതോ രണ്ടുപേരും ഓൾറെഡി അടിച്ചു പിരിഞ്ഞ് രണ്ട് പഞ്ചായത്തായിട്ടാണോ വന്നേക്കുന്നത്? ഞങ്ങൾ ഇനി നിങ്ങളുടെ പ്രതിപക്ഷം വല്ലതാണോ? അല്ലല്ലോ. പിന്നെ അവിടെ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് പഞ്ചായത്താ? പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡ് അടങ്ങുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. മലയോര ജില്ലയാണ്. നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഏഴംകുളം പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏഴംകുളം പഞ്ചായത്തും നമ്മുടെ ഈ ഫ്ലോറുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതെ, അത് പറ. അത് ഞാൻ ഇപ്പഴേ പറയണമെന്ന് വിചാരിച്ചിരിക്കുവല്ലോ. പറഞ്ഞോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഒരു പവർഫുൾ ലേഡി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നാൽ തന്നെ നമുക്കറിയാം കിടിലമായിരിക്കും എന്നുള്ളത്. പെർഫോമൻസിലാണെങ്കിലും സൂപ്പർ സ്റ്റാർ പെർഫോമൻസ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ രാധിക ചേച്ചിനെ പറ്റിയാണ് ഞങ്ങൾ ഈ പറയുന്നത്. രാധിക ചേച്ചി ഏഴംകുളം 1-ാം വാർഡ് മെമ്പറാണ്. അതെ, അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ കൂടെ ഉള്ളതാണ് രാധിക ചേച്ചി. അത് മാത്രമല്ല, ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാനും വരുന്നുണ്ട്. അപ്പൊ രാധിക ചേച്ചി ഇത് ആലോചിച്ച് നോക്കി, അവിടെ പഞ്ചായത്തിലെ യോഗമൊക്കെ നടക്കുമ്പോൾ പവർഫുൾ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിട്ടേ ഇന്നിവിടെ ഏത് കഥാപാത്രമായിട്ടാണ് വരണേന്നറിയാം. ചിരിപ്പിക്കാനും വരുന്നു. അതാണ് ഫുൾ കോമഡി. അല്ല, നമുക്ക് പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? കൂടുതൽ അറിയണം. ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്, ആരാണ് ഓപ്പോസിറ്റ്, ആരാണ് പ്രസിഡന്റ്? പാർട്ടിയായിരിക്കും ഭരിക്കുന്നത് എപ്പോഴും. അങ്ങനെ ആരാ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ നമ്മള്. ഏഴംകുളം പഞ്ചായത്ത് 21 വാർഡാണ് ഉള്ളത്. നിലവിലെ 13 വാർഡിലും UDF ആണ്. 6 വാർഡിൽ LDF-ഉം 2 വാർഡിൽ BJP-യും. അപ്പൊ UDF ആണ് നിലവിൽ ഭരിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു കേരളം സ്വപ്നം കണ്ട എല്ലാ പാർട്ടിയും ഉണ്ട്. ദിസ് ഈസ് കേരള സ്റ്റോറി. നമ്മുടെ സ്റ്റോറി ഇങ്ങനെയാണ്. ആൻഡ് വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട് അല്ലെ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. എന്റെ പേര് അനിത കീഴൂട്ട്. അനിത കീഴൂട്ട്. ഓ, നല്ല കീഴോട്ട്. അപ്പൊ മേലോട്ട് കീഴൂട്ട് എന്ന് പറയുന്ന സ്ഥലപ്പേരാണോ അതോ ചേച്ചി വീട്ടുപേര്? കുടുംബ പേര്. ആ പേര് മതി, ആ ഓറ കീപ്പ് ചെയ്യാൻ വേണ്ടി. ചേച്ചിയുടെ കുടുംബത്തിൽ ആന ഉണ്ടായിരുന്നെങ്കിൽ കിടിലം പേരിടായിരുന്നല്ലേ? എന്നായിരുന്നു ആനയുടെ പേര്? കീഴൂട്ട് അർജുനൻ എന്നൊക്കെ പറയും പോലെ. ആനയ്ക്ക് മാത്രമേ പേരിടാവൂ, വേറെ ആർക്കൊക്കെ പേരിടാം. ചേച്ചി പേരിട്ട് പേരിന്റെ കൂടെ അഖിൽ കവലൂർ വരി കീഴൂട്ട് അഖിലെന്നുണ്ട്. കോമഡിയുടെ അത് സത്യം. അതിനൊന്നും നമ്മൾ ചിരിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി അങ്ങനെ തന്നെ പോട്ടോ. ഹലോ, അത് ഞങ്ങൾ ഒരു ഒരു കോമഡി ഇട്ടതാണ്. ഒരു സ്റ്റാൻഡേർഡ് കോമഡി ഇറക്കിയാലോ? സ്റ്റാൻഡേർഡ് കോമഡി ഇറക്കണമെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരണം. താങ്ക് യു ഡയാന, ഞങ്ങളെ രക്ഷിച്ചതിന്. നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഒരു അടിപൊളി ഇലക്ഷൻ സ്കിറ്റിനായാലോ? മരിക്കും. ആ ഒരു മൂഡിൽ തന്നെ നമുക്ക് പോവാം. അതെ, ചിരിക്കാൻ റെഡി ആയിക്കോ. അതാ വരുന്നു ഒരു അടിപൊളി ഇലക്ഷൻ സ്കിറ്റ്. യെസ്. മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ഹായ്, എല്ലാരും വോട്ടിട്ടല്ലോ അല്ലേ? വോട്ടിട്ടല്ലോ. നിങ്ങളെയൊക്കെ വോട്ട് ശേഖരിച്ചു വെച്ച് ഞാൻ ഈ സ്ട്രോങ് റൂമിൽ വന്ന് ഇരിക്കുക. ഏപ്രിൽ 9-ാം തീയതി ഇതിനകത്ത് വന്ന് കയറിയതാ. ഇനി മെയ് 4-ാം തീയതി പുറം ലോകം ഒന്ന് കാണാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. VIP കാറ്റഗറിയാ ഞാനിപ്പോ. ഫ്രണ്ടിൽ തോക്കം പിടിച്ച പോലീസുകാരൻ, പിറകിൽ തോക്കം പിടിച്ച പോലീസുകാരൻ. ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒന്ന് വന്ന് നോക്കണം. ഒരു മനുഷ്യ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഏതെങ്കിലും മൂലയിൽ ജനങ്ങളെ പോലെ എന്നെ കൊണ്ടുവന്ന് അങ്ങ് തള്ളും. ഈ തള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു തള്ളുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? വയനാട് കടൽ കൊണ്ടുവരും, മുല്ലപ്പെരിയാർ ഡാമിൽ വിമാനമിറക്കും, പുന്നമടക്കായലിൽ ഫുട്ബോൾ സ്റ്റേഡിയം പണിയും. സത്യം പറഞ്ഞാൽ ഈ പ്രകടന പത്രികയിലുണ്ടല്ലോ, വാഗ്ദാനങ്ങളല്ല സ്ഥാനാർത്ഥികൾ നൽകുന്നത്, വെറും വാഗ്താളങ്ങളാണ്. ഇവിടെ നടക്കുന്നത് പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ്. അളിയാ, അളിയാ, അയ്യോ അയ്യോടാ. അളിയാ, 5 വർഷമായി കണ്ടിട്ടല്ലേ അളിയാ? ബീഹാറിൽ വെച്ച് അതെ. സത്യം പറഞ്ഞ കേരളത്തിൽ വെച്ച് കണ്ടുപിടുന്ന വിചാരിച്ചേ ഇല്ല. ഞാൻ വിചാരിച്ച വല്ല ഒറീസയില മധ്യപ്രദേശിലാവുന്നാണ് വിചാരിച്ചത്. അല്ല, കേരളത്തിലെത്തി സന്തോഷമുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നിന്നെ കണ്ടില്ലല്ലേ? നീ ഏത് പഞ്ചായത്തിലായിരുന്നു? പഞ്ചായത്താ?
ഞാനൊക്കെ നഗരസഭയുടെ നഗരസഭ. ഓ അപ്പൊ ഇവന് കുറെ VIP വോട്ട് കിട്ടി. എടാ വോട്ടിന് അങ്ങനെ VIP സാധാരണക്കാരനൊന്നും ഇല്ല. വോട്ട് ആര് കുത്തിയാലും വോട്ടാണ്. അപ്പൊ അതാണ് പറയണത്, സാധാരണക്കാരൻ രാജാവുന്ന ദിവസമാണ് ഇലക്ഷൻ ഡേ അല്ലേ? എടാ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. അടിപൊളി. അയ്യോ തൊടലേ അയ്യോ തൊടലേ. എന്ത് പറ്റിയടാ? ഓരോരുത്തന്മാർ വന്ന് കുത്തി എവിടെ തൊട്ടാലും വേദനയായിട്ടിരിക്കടാ തൊടലേ. സത്യം, ഓരോരുത്തന്മാര് എന്തോ അർത്ഥം വെച്ചാണ് കുത്തിട്ട് പോയത്. സ്ഥാനാർത്ഥിയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അവനോട് തീർക്കണ്ടേ, നമ്മളല്ല കുത്തേണ്ടത്. എന്ത് കഷ്ടം ആലോചിക്കാൻ. എടാ നിനക്കറിയാമോ, ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് കുത്തിയിട്ട് പൊക്കളഞ്ഞു. എന്നിട്ട് അവൻ എന്റെ അവന്റെ ഫോട്ടോ നോക്കി പറയുക, നിന്നെ കണ്ടതിന്റെ അന്നേ ഞാൻ വിചാരിച്ചതാ നിനക്കൊരു കുത്ത് തരണമെന്ന്. അപ്പൊ അവന്റെ വോട്ട് പോയി. അവൻ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കുഴപ്പമില്ല. പിന്നെ പോളിംഗ് എങ്ങനെ ഉണ്ടാ? പോളിംഗ് ഒക്കെ കുഴപ്പമില്ല. അതിനേക്കാളും വലിയ പോളിംഗ് അല്ലേ കുട്ടിയെങ്കിലും എലീനയും ഡയാനയൊക്കെ ഇവിടത്തെ പോളിംഗ്. മനസ്സിലായില്ല. ബ്രേക്ക് പറഞ്ഞു നോക്കണം. പോളിംഗ് ആണ്ടാ കുട്ടിയകലിന്റെ മേശ കണ്ടാ, അതിന്റെ അടിയിൽ കൊട്ടക്കണക്കിനാ മിച്ചറും പക്കാവടെ അവിലോസിന്റെ ഒക്കെ മേടിച്ചു വെച്ചേക്കാം. കവർ കണ്ടാ. എടാ ഇലക്ഷന് മുമ്പ് ഒരുമിച്ചിരുന്നതാ, പോളിംഗ് പറ്റാത്തോണ്ട് മാറിയിരുന്നുള്ള പോളിംഗ് ആയി. അങ്ങനെ വേറെ കേസുണ്ട്. പോളും കൂത്തി ഇരുന്നപ്പോഴേ വോട്ടിടാൻ വന്ന ഒരാളുടെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയടാ. ഏത് പേരടാ? സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസി എന്ന് പറയുമ്പോ നീ ഞെട്ടണേതിന്? സ്റ്റീഫൻ ദേവസിയുടെ കയ്യിലിരിക്കണ കീറ്റാറും നമ്മൾ ഒരുപോലെയല്ലേ? വന്ന് ചന്നാ പിന്നെ കുത്തി ഈ പറ്റും കത്തിച്ചത് വർക്കാവൂ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വന്നത് 75 വയസ്സുള്ള ഒരു ദേവസി, ഒരു സാധു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ നോക്കണേ എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ നോക്കിയിട്ട് എല്ലാത്തിനും കുത്തിയിട്ട് പോയടാ. അപ്പൊ അവ സാധു മനുഷ്യനല്ല, അവനാണ് അസാധു മനുഷ്യൻ. എന്നെ ഒന്ന് തുറന്നു വിടുവോ? ആരെ തുറന്നു വിടാൻ? എന്നെ ഒന്ന് തുറന്നു വിടുവോ? അതാ മഷിപ്പെണ്ണ് എങ്ങനെ വന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുക, അവളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. മഷിപ്പെണ്ണ? ഓ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അച്ചോടോ. ഇങ്ങേ ഇങ്ങേ ഇങ്ങേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ക എന്ന് പറഞ്ഞ കരയുവാണോ അതോ സ്വന്തം പേര് വെളിപ്പെടുത്തുവാണോ? അങ്ങനല്ല, ഞാൻ കരഞ്ഞതാ. എന്തിനു നീ കരയണത്? ഒരു ഓഫീസർ ഉണ്ടല്ലോ, വീട്ടില് കൊച്ചിനെ കൊടുക്കാനെന്ന് പറഞ്ഞ് എന്നെ എടുത്തോണ്ട് പോയതാ. എന്നിട്ട് ഇവിടെ വെച്ച് മറന്നുപോയി. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, കാലം ഇത്രയും വളർന്നു, പിന്നെ മഷീരൊക്കെ വല്ല ആവശ്യമുണ്ട്? ചുമ്മാ കയ്യിലേക്ക് തേച്ച് വല്ല കാര്യമുണ്ട്, മഷിയെടുത്ത് ദൂരെ കളയണം. ഒരാവശ്യമില്ല, വല്ല സീതാങ്ങനെ പതിപ്പിച്ച് വിട്ടാൽ മതി. മഷിയുടെ ആവശ്യമില്ല. അയ്യടാ, പിന്നെ ഈ വിരലിലോട്ട് എന്നെ എടുത്ത് ഇങ്ങോട്ട് തേച്ചൊരു വര വരയ്ക്കുമ്പോണ്ടല്ലോ, പല സ്ഥാനാർത്ഥികളുടെ തലവരെയാണ് മാറുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വര വരയ്ക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഒരു കള്ളവോട്ടും വരൂല. കള്ളവോട്ടൊന്നും വരൂല. കന്നിവോട്ട് ചെയ്യാമെന്നുള്ള കൊച്ചു നിന്ന് കരയോ, എന്റെ വോട്ട് വേറെ ആരോ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു. കള്ളവോട്ട് വല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുവോ, കള്ളവോട്ട് നടന്നിരിക്കും. ഈ മഷി കേട്ട് ദൂരെ കളയേണ്ട സമയമായി. എന്തിനാണ് ഈ മഷി ഇങ്ങനെ കൈ തയ്ക്കണത്? അയ്യോ, മഷി പുരട്ടുന്നത് ഒരു സൂചനയാണ്. സൂചന? ആ, ഇതും പെരട്ടിക്കൊണ്ട് അവിടെ ചെന്ന് കുത്താൻ നിക്കൂലേ, അപ്പൊ നോക്കി കുത്തിയില്ലെങ്കിൽ ഈ ജയിപ്പിച്ച് വിടുന്ന സ്ഥാനാർത്ഥിയെ മഷി ഇട്ട് നോക്കിയാ പോലും കാണൂലാന്ന്. അങ്ങനെ. അത് മാത്രല്ല, ഞാനിപ്പോ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ട്രെൻഡിങ് അല്ലേ. ട്രെൻഡിങ്? എന്ത് ട്രെൻഡിങ്? അയ്യോ, സോഷ്യൽ മീഡിയയിലൊന്നും നിങ്ങൾ കാണാറില്ലേ? എന്താണ് ഇത് തേച്ചോണ്ട് എല്ലാരും ഇലക്ഷൻ തന്നെ. നിങ്ങൾ ഇട്ടോ? ഞാൻ ഇട്ടു. നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇലക്ഷൻ? കണ്ടിട്ടില്ലേ പോസ്റ്റുകള്? നിങ്ങൾ ഇടാൻ പോയോ? അതാണ് പറഞ്ഞത്, ഇത് തേച്ചോണ്ടപ്പോ ഞാനല്ലേ ട്രെൻഡ്. ഓരോരുത്തരെ പോസ്റ്റ് കണ്ടാ തോന്നുന്നു എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ട് വന്ന് നിൽക്കുവാണെന്നും. നോട്ടേ പോയി കുത്തിയിട്ടാ വന്ന് ഇങ്ങനെ എടുക്കുന്നേ, ഞാൻ കണ്ടോന്നു. അല്ല, നിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സ്ഥാനാർത്ഥിമാര് ക്യൂ നിൽക്കും. എന്തിനാണ് സ്ഥാനാർത്ഥിമാര് ക്യൂ നിൽക്കണത്? നേരെ കയറി ഒന്ന് വോട്ടിട്ട് പോയാ പോരെ? നിക്കണം, അവര് നിക്കണം. അവര് നിക്കണ്ടേ? അവരെ ജയിപ്പിച്ച് വിടുമ്പോഴേ ഓരോ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ നടക്കാൻ വേണ്ടി ജനങ്ങൾ അവരുടെ പുറകിൽ ക്യൂ നിക്കണം. അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ അവരിപ്പൊ ക്യൂ നിക്കണത്. ഓ അങ്ങനെ. ഇലക്ഷൻ വന്നിടുമ്പോ സ്ഥാനാർത്ഥികളുടെ ക്യൂ മാത്രമല്ല, എക്സും വൈയും ഇസഡും ഒക്കെ നിൽക്കും. അങ്ങനെയൊക്കെ നിക്കും അവര്. നല്ല ചൂടുണ്ടല്ലേ? അല്ല, എന്തിനാണ് ഇവര് ഈ ചൂടുള്ള സമയത്ത് ഇലക്ഷൻ വെക്കണത്? അതറിഞ്ഞൂടെ? അതായത് ഈ ഇലക്ഷൻ ചൂടുള്ള സമയത്ത് വെക്കണമെന്ന് അറിയാമോ? ഈ വോട്ടർമാർ ഇങ്ങനെ ക്യൂ നിൽക്കും. ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പൊ അവരെ മുഖത്തൊക്കെ വെയിലടിച്ച് കാറുത്തങ്ങ് കരിവാടിക്കും. നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വോട്ടർ ഐ ഡിയിലെ ഫോട്ടോയും ഇവരും സെയിം ആവും.
അത് ശരിയാണ് മനസ്സിലായോ? അല്ലെങ്കിൽ ഈ മുഖം തമ്മിൽ സെയിം ആവും. അതിനാണ് ഈ വോട്ട് ഇലക്ഷൻ സമയത്ത്. അതെയല്ല അല്ലെങ്കിൽ ഈ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ കണ്ടിട്ട് പെറ്റതള്ള പോലും തിരിച്ചറിയില്ല ആ അവസ്ഥയാണ്. അതും ശരിയാണ്. ഈ തണുത്ത സമയത്ത് ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ തണുത്തു പോവൂലേ. കിടന്ന് പറയും പോളിംഗ് ബൂത്ത് വരാം. അല്ല, ഈ ബൂത്തിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം ഓർത്തത്, ഈ ടെലിഫോൺ ബൂത്തും പോളിംഗ് ബൂത്തും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഈ ടെലിഫോൺ ബൂത്തിലാണെങ്കിൽ കുത്തിയതിന് ശേഷമാണ് കുറ്റങ്ങളും കുറവുകളും പറയണത്. പക്ഷെ പോളിംഗ് ബൂത്തിലാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടാണ് കുത്തണത്. അല്ലേ? നമ്മള് മൂന്നുപേരെ വേറെ ആരും ഇവിടെ ചിരിക്കുന്നുണ്ട്. തപാല് പോസ്റ്റലോട്ട് അപ്പൊ എന്തിനു ചിരിക്കണത്? എടാ അവൻ എന്നെ കാണുമ്പോ ഒരുമാതിരി ആക്കിയ ചിരിയടാ. ചോദിക്കാം. അങ്ങനെയുണ്ടാ? വരട്ടെ, ഞാൻ ചോദിക്കാം വരട്ടെ. തുച്ചിത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ എന്തിനാ നമ്മളെ കാണുമ്പോ ഇങ്ങനെ ചിരിക്കണം? നിന്റെ മുഖത്ത് നോക്കെ എങ്ങനെ ചിരിക്കാതിരിക്കൂടാ? നിങ്ങളൊക്കെ കള്ള വോട്ടിന്റെ ആൾക്കാരല്ലടാ, കള്ള വോട്ട്. ഞാനാണെങ്കിൽ ഫ്രഷ് വോട്ട്. എന്നിലൂടെ വോട്ട് ചെയ്യണമെങ്കിൽ വെയിൽ കൊള്ളണ്ട, മഷി അയച്ച് കൈ വൃത്തി കിടാക്കണ്ട, ക്യൂ നിൽക്കണ്ട. അതാണ് ഞാൻ ആഹാ വീട്ടിലിരുന്ന് മനസ്സിലാക്കണം നീ. പക്ഷെ വേറെ കേസുണ്ട്, ഏറ്റവും കൂടുതൽ വോട്ട് കുത്തുന്നത് നമ്മളെയാണ്. വോട്ട് കുത്തുന്നത് നിങ്ങളായിരിക്കും, പക്ഷെ ആദ്യം എണ്ണുന്നത് തന്നെയായിരിക്കും. കാര്യം പറയട്ടെ, മിമിക്രിക്കാരാണ് ഏറ്റവും കൂടുതൽ ഡൂപ്പുകളെ കണ്ടുപിടിച്ചത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മിമിക്രിക്കാരല്ല, ഇവരാണ് ഏറ്റവും കൂടുതൽ ഡൂപ്പുകളെ കണ്ടുപിടിച്ചത്. ആ എഴുതി വെച്ചേക്കണ കണ്ടില്ലേ കുറെ അപരന്മാര പടം കേട്ടാ. അതേ പറഞ്ഞത് ശരിയാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോ ആ മണ്ഡലത്തിലുള്ള സകല കൃഷ്ണൻകുട്ടിമാരും മത്സരിക്കാൻ വരും. എന്നിട്ട് കൃഷ്ണൻകുട്ടി, കുട്ടിക്കൃഷ്ണൻ, കുട്ടിക്കുട്ടി, കൃഷ്ണൻ, പിന്നെ കുട്ടിക്കൃഷ്ണൻ, എന്തൊക്കെ പേരുള്ള ഒരു ക്രൂവും ഒരു ട്രീയും ഉണ്ടായിരുന്നാ മതി. മോളെ മുഷിക്കുപ്പി, അതായത് ഈ കഴിഞ്ഞ ദിവസേ വോട്ട് ചെയ്യാൻ വന്നപ്പോ നിന്നെ എടുത്തൊരു കാർ ഓടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താ സംഭവം? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ അവിടെ ഇരിക്കുവല്ലേ, അപ്പൊ ഒരു തലയൊക്കെ നരയുള്ളൊരു അപ്പൂപ്പൻ വന്ന് വോട്ടിടാൻ വേണ്ടിട്ട് കൈ നീട്ടിയപ്പോഴത്തേക്കിന് ഈ മഷി എടുത്ത് ഇങ്ങനെ തേച്ചു കൊടുത്തു. തേച്ചത് എന്നെ എടുത്തൊരു ഒറ്റ ഓട്ടോയിലെ പുള്ളി. അപ്പൊ തന്നെ എല്ലാരും കൂടി അയാളെ പിടിച്ചിട്ട് എന്തിനു നിങ്ങൾ ഇത് എടുത്തോണ്ട് ഓടിയെന്ന് പറഞ്ഞപ്പോ പറയാ, എനിക്ക് വീട്ടിൽ ചെന്ന് ഡൈ ചെയ്യണമെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഡൈ ചെയ്യണം. ഇതാകുമ്പോ എനിക്ക് 6 മാസത്തെ ഗ്യാരണ്ടി കിട്ടുമല്ലോ എന്ന്. ഇത് തേച്ചാലും മാച്ചാലും പോവില്ല, അത്ര ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഓ കേട്ടിട്ടില്ലേ പാട്ടുണ്ടല്ലോ, തേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സിന്ന് മായുകില്ല. ജീവചരിത്രമല്ല, കയ്യിന്ന് മായുകില്ല. അടിച്ചേട്ടന്റെ പാട്ടാ, മണിച്ചേട്ടന്റെ പാട്ടാണ്. പക്ഷെ വേറെ കേസുണ്ട്, നമ്മളെല്ലാം നേരത്തെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പോസ്റ്റിലോട്ടാണെങ്കിൽ താമസിച്ചാണ് വന്നത്. ഇതാണ് താമസിച്ചത്. അത് നേരത്തെ വന്ന് ഡയലോഗ് ഇല്ലാതെ പോസ്റ്റ് ആയി നിൽക്കണോണ്ട് ഞാൻ അവിടെ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കളിക്കായിരുന്നു. ഓ അങ്ങനെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, നമ്മളൊന്നും അല്ല പോസ്റ്റ് ആവണം. ഈ പോസ്റ്റ് ആവുന്ന ജനങ്ങളാണ്. 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു, 4-ാം തീയതി റിസൾട്ട് വരുന്നത്. അതുവരെ ജനങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മൾ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അല്ല, ഇത് ആര് ജയിക്കുമായിരിക്കും? ഇനി അത് ഭയങ്കര ഞാൻ ഒരു കാര്യം പറയാം, ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങൾക്ക് നല്ലത് വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് മാത്രമല്ല, പ്രകടനം പത്രികയിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. ഇല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒരു വര കൂടി വരും. അതെ. അതുകൊണ്ട് പറയാണ്, തെരഞ്ഞെടുപ്പിന് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങളുടെ വക വിജയാശംസകൾ. ഇത്തവണ ആരാണ് സ്കിറ്റ് ഇറക്കാൻ പോകുന്നത്? അവരിറക്കട്ടല്ലോ. നമ്മൾ വടക്കേക്കര തന്നെയാണ് ആദ്യത്തെ സ്കിറ്റ് സ്പോൺസർ ചെയ്യുന്നത്. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ നിമിഷത്തിനാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏഴംകുളം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 1-ാമത്തെ മെമ്പർ പ്രിയപ്പെട്ട രാധിക ചേച്ചിയാണ്. രാധിക ചേച്ചിയുടെ കൂടെ നമ്മുടെ പ്രണവും സോനയും. ഡെഡ്ലി കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ. എന്നാ ചാർജ് കയറി നമുക്ക് സ്കിറ്റ് കാണാം.
ആരാധകരെ ശാന്തരാഘവൻ വാർഡ് മെമ്പർ ആന്നേ കക്കൂസ് രമണിക്ക് 2 കോഴിക്കോട് സുധയ്ക്ക് 1 തന്നിരിക്കും. യോ വെല്ലിമാല ഇടല്ലേ കഴുത്തു പോവും. വലിക്കാതെ വലിച്ച് തോറ്റാല് സ്വപ്നം കാണുന്നതിനൊന്നും ഒരു കുറവുമില്ല. അടുത്ത സമ്മേളന സ്ഥലത്തോട്ട് പോവാണ്. ജീപ്പേന്ന് തള്ളി താഴെയിടല്ലേ. സ്വപ്നമായിരുന്നോടാ. എന്നാലും സ്വപ്നത്തിലെങ്കിലും ഒരു മെമ്പർ ആയല്ല. തോറ്റമ്മ പെറ്റമ്മ കയറി തോറ്റമ്മന്ന് പറയല്ലേടാ. അങ്ങനെയല്ല, ഇലക്ഷനിൽ നിന്ന് 8 നിലയ്ക്ക് പൊട്ടിയെന്ന്. അതെപ്പോഴും പറയണേ, എനിക്ക് അറിയത്തില്ലയോ. അമ്മയടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു നിക്കല്ലേ എന്ന്. എന്നാ ഇരിക്കാം. ഇവിടെ നിക്കണ കാര്യമല്ല, പിന്നെ ഇലക്ഷനൊന്നും നിക്കില്ലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞ. അമ്മ അതിനിപ്പോ എന്താ പറ്റി? അമ്മ കാരണം ഇപ്പൊ എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ കിടന്ന് നടക്കുന്നത്. തോറ്റാലും വാചകടിക്കൊന്നും ഒരു കുറവുമില്ല അമ്മയ്ക്ക്. എന്റെ പൊന്നു മോനെ, അമ്മയുടെ അതേ പേരുള്ള ഒരു അവരെ എതിർ സ്ഥാനാർത്ഥിക്കാർ നിർത്തിയതുകൊണ്ടല്ലോടാ അമ്മ തോറ്റത്. തോറ്റതാര്? ഞാന്. അപ്പൊ അമ്മയാണ് അവരാണ് ഒറിജിനൽ. എനിക്ക് അപ്പോഴേ അറിയാം, ആ ചിഹ്നം കിട്ടിയപ്പോഴേ ഞാൻ തോക്കുവന്ന്. ഈ ചിഹ്നത്തിന് എന്തോന്ന് കുഴപ്പം? ഇത് മത്തങ്ങ, അവരുടേത് കുമ്പളങ്ങ. കേട്ടിട്ടില്ലേ, മത്തം കുത്തിയ കുമ്പളം മുളക്കത്തില്ല. കുമ്പളമാണ് മുളച്ചത്. അത് കാർഷിക മേഖലയ്ക്ക് നേരിട്ട വിപത്താണെന്നാണ് ഞാൻ പറയുന്നത്. കുമ്പളം മുളക്കിന്റെ കുമ്പളങ്ങ എന്താ കരയുന്നത്? അല്ല, എന്തിനാടാ കരയുന്നേ? അമ്മയ്ക്കറിയാമോ, അമ്മ ഇലക്ഷന് നിന്നപ്പോ തൊട്ട് അമ്മയുടെ ചെലവിന് കോഴിയും കൂടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ശശിയാമ്മന്റെ കടയിൽ നിന്ന് ഡെയിലി ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കുമായിരുന്നു. സിംഗിൾ പോരായിരുന്നോടാ? ആ ചെറുതമ്മ. അതിന് എന്താ വേണം ഇപ്പൊ അങ്ങേര് വിളിക്കുന്ന ചീത്ത കടയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിന്നാ പോലും എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അപ്പൊ നീ 2 കിലോമീറ്റർ മാറി നിക്കണം. അതിന് അവ്യക്തമായിട്ടല്ലേ കേക്കൂ. അമ്മയ്ക്ക് അങ്ങനെ പറയാമ്മ. ഞാൻ ഇപ്പൊ നാട്ടിലിറങ്ങി എന്റെ കാലടിച്ചൊടിക്കുമെന്നാണ് നാട്ടുകാർ പറയണത്. ദൈവം എന്തിനാടാ നിനക്ക് 2 കാല് തന്നിരിക്കുന്നത്? നടക്കാൻ അല്ല, ഓടാൻ. വലിച്ചു മക്കളെ, അമ്മ ആ 21ാം വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, രജനിയോട്, ഒരു കോഴിയും കൂടും അവൾ ഒപ്പിച്ച് തരുവടാ. അമ്മ ഒരു കാര്യം പറയട്ടെ, വാഗ്ദാനം എന്ന് പറയുന്നതേ കൊടുക്കാനുള്ളതാ, പാലിക്കാനുള്ളതല്ല. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം. അമ്മ നോക്കിയാണ് അമ്മേനെ പാലിക്കപ്പെടാത്ത മൂത്ത വാഗ്ദാനം ബാഗും കൊണ്ടുവരണം. എനിക്കിനി വയ്യ. ഇത്രയും ഭാരം ഉള്ളത് കൊണ്ട് വന്നാ പിന്നെ വയ്യാതാവത്തില്ലേ? ചെറിയ ബാഗൊന്നും ഇല്ലായിരുന്നോ? അതല്ല, പിന്നെ അമ്മ ഒറ്റൊരാള് കാരണം എന്റെ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെയും മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് മുട്ടുമടക്കി. അപ്പൊ ഇത്രയും നാള് മുട്ടേ കമ്പിയിട്ടേക്ക് വരുന്നു. എന്നെ കളിയാക്കുന്ന രീതി വർത്താനം പറയരുത്. അമ്മ ഒറ്റൊരാള് കാരണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ ഞാനിപ്പോ തോറ്റ് നിക്കുവാ. ആദ്യമായിട്ടെങ്കിലും അറിയാൻ ജയിച്ചു കണ്ടല്ലേ അത്. ഞാൻ വല്ല പറയും കേട്ടോ. അമ്മ ഇലക്ഷനിൽ നിന്ന് തോറ്റ കാരണമാണ് ഞാൻ എന്റെ വീട്ടുകാരുടെ മുന്നിൽ തോറ്റ് നിൽക്കുന്നത്. നീ നിന്റെ വീട്ടുകാരുടെ മുമ്പ് മാത്രമല്ലേ തോറ്റുള്ളൂ, ഒരു പഞ്ചായത്തിന്റെ മൊത്തം മുന്നേ തോറ്റ് നാണവും മാനവും ഇല്ലാതെയാണ് എന്റെ അമ്മ നിൽക്കുന്നത്. അല്ലേ അമ്മ? എടാ, ഞാൻ തോറ്റതങ്ങ് തോറ്റ്. അതിനാ നാണു അമ്മാവിനെ എന്തിനാ ഇതിനകത്ത് വലിച്ചാക്കുന്നത്? നാണവും മാനവും ഇതൊന്നും അല്ല കാര്യം. അമ്മ തോറ്റതിന് കാരണം അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അയ്യോ, അവിടെ കയ്യിലെന്തോ ഇരിക്കുന്നേ. അമ്മ അല്ല ചേച്ചി, ഈ ലഡു ഇത് അമ്മ തന്നെ തിന്നണം, ആര് തിന്നില്ലേ? കാരണമുണ്ടല്ലോ, ഇവിടുന്ന് ജയിച്ച സ്ഥാനാർത്ഥിയില്ലേ, അവിടെ ജംഗ്ഷനിൽ നിന്ന് ലഡു വിതരണം ചെയ്തപ്പോ അവിടുന്ന് തന്നതാ. മാറിക്കാട്ടി എന്നാ പുളിയാളാ ഇതിന്? എന്താ പുളിയാ? താത്ത മുന്തിരി പൊളിക്കോ അമ്മ? അമ്മ എട് തിന്നത് എങ്ങനെ എടുക്കും? ലഡു എടുക്കുന്ന കാര്യമല്ല, 25,000 രൂപ ഇങ്ങി എടുക്ക്. ഒരു ലഡുവിന് 25,000 രൂപ വിലയിട്ട നീ എന്റെ വയറ്റിൽ പറഞ്ഞോടി. അമ്മ, എന്റെ മുന്നിൽ ഇരുന്ന് വെറുതെ നാടകം കളിക്കരുത്. ലഡുവിന്റെ 25,000 രൂപയല്ല. പിന്നെ അമ്മയുടെ ഇലക്ഷന്റെ ചെലവിന് വേണ്ടിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അമ്മ കടം മേടിച്ച 25,000 രൂപ കൊണ്ടല്ലാതെ ആ വീട്ടിൽ കേറരുതെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ആ പൈസ എണ്ണി എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഒരു കാര്യം പറയട്ടാ, എനിക്ക് 25,000 രൂപ വരെ എണ്ണ അറിയത്തില്ല. ഓക്കെ, അമ്മ എണ്ണി തരണ്ട. അമ്മ അതെനിക്ക് ജിപേയിൽ ഇട്ടാ മതി.
സമ്മേളനത്തിന് പോയ ജീപ്പിന്റെ കാശ് പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ജീപ്പേലോട്ട് ഇടാൻ ഇവിടെ ഇരിക്കുന്നു. ജീപ്പ് വണ്ടിയിൽ ഇടുന്ന കാര്യമല്ല, ഗൂഗിൾ പേയിലോട്ട് ഇട്ടാ മതി എന്നാ പറഞ്ഞത്. അത് ജീപ്പയിലിടണോ ലോറി ഇടണോ ഞാൻ തീരുമാനിച്ചോളാം. എടാ നീ ഒറ്റ ഒരുത്തനാടാ ഈ അമ്മ ഇവിടെ തോറ്റു നിൽക്കാൻ കാരണം. ഞാൻ കാരണം എങ്ങനെയാണ് അമ്മ നോക്കണം? നീ അമ്മ പറയുന്നതിനല്ല യെസ് മൂളിയിട്ട്. പിന്നെ ഞാൻ നോ മുള്ളായിരുന്നാ? നീ മുള്ളു എന്നാന്ന് വെച്ചാ എടാ ഞാൻ തോറ്റതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? എന്താ? അതാ എനിക്കും അറിയാം. അമ്മയ്ക്ക് അറിയത്തില്ലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വട്ടം അമ്മയ്ക്ക് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് അമ്മ എന്ത് ചെയ്തു? ചെലവാക്കിയോ? ആ, എനിക്കൊരു ദുരിതം വന്നപ്പോ ആശ്വാസമാവട്ടെന്ന് വിചാരിച്ച് ഞാനും ചെലവാക്കി. അമ്മയ്ക്ക് ഇതിന് മാത്രം എന്ത് ദുരിതോ വന്നത്? നിന്റെ കല്യാണം. അങ്ങനെയാണെങ്കിൽ പകുതി ഫണ്ട് അളിയന് കൊടുക്കായിരുന്നു. അതെന്ത്? അളിയന്റെ മെയിൻ ദുരിതമാണല്ലേ ഈ നിക്കണം. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അല്ല, അമ്മേന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വാർഡിൽ ഒന്നും വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ അമ്മയെ പിടിച്ച് ആര് ഇലക്ഷന് നിർത്തിയത്? എടി, ഇത്ര വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യം എന്നെ അല്ലാതെ പിന്നെ ആരെ അടി നിർത്തുന്നത്? ഇതുണ്ടല്ലോ, ആ 13-ാം വാർഡിലെ ബുഹാരി അണ്ണനും നിങ്ങളുടെ മണുക്ക് മോനും മാത്രമേ പറയത്തുള്ളൂ. ബാക്കി ഇവിടെ ഉള്ള ഈ മെമ്പർമാരൊക്കെ അമ്മ തോറ്റന്റെ കാര്യം എന്തുവാ പറയുന്നതെന്ന് അറിയാവോ? എന്തുവാ? ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇവൻ ഇവൻ എനിക്ക് വോട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ അമ്മയെ തോപ്പിക്കണ? നീ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ഇവൻ നല്ലടാ, ഇവൻ ഞാൻ പൊട്ടനാരി. എടാ, ഞാൻ തോറ്റത് മനഃപൂർവ്വം അല്ലടാ. അയ്യോ, പിന്നെ അവരെല്ലാരും കൂടെ എന്നെ തോപ്പിച്ചതാ. 15, 16, 17 വാർഡാ എന്നെ തോപ്പിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം. സമ്മതിച്ചു. അയ്യോ, അങ്ങനെ സമ്മതിക്കരുത്, സ്കിറ്റ് മുന്നോട്ട് കൊണ്ടേ. സമ്മതിച്ചില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പിന്നെ തോറ്റിട്ടില്ലെന്ന് എന്റെ പൊന്നമ്മ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വോട്ട് പോലും കിട്ടാത്ത ഇമാതിരി നാണം കെട്ട തോൽവി ഞാൻ കണ്ടിട്ടില്ല. നിനക്കൊന്നും പറയാനില്ലടേ? ഞാനും കണ്ടിട്ടില്ല അമ്മ. അമ്മയാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മയുടെ ഒരു വോട്ട് എവിടെ പോയി? അതിപ്പോ ഇവിടെ പറഞ്ഞ ക്ലൈമാക്സ് ഞാൻ എന്തോ എടുത്ത് പറയും. അതുകൊണ്ട് ആ ചോദ്യം സ്കിപ്പ് എടുത്ത് കളഞ്ഞേരും. ഓക്കെ. എന്നാ പോസ്റ്റൽ വോട്ട് എന്തിയേ? പോസ്റ്റ്മാന്റെ വോട്ട് 3-ാം വാർഡിലല്ലേ അമ്മ? അതിവിടെ അല്ലേ പാടി കഴിച്ചു? അതോടെ പോയമ്മ. അയ്യോ, എനിക്ക് നേരെയാ ക്വസ്റ്റ്യൻ. പോസ്റ്റൽ വോട്ടൊക്കെ വരാൻ താമസിക്കുമെന്നും പറഞ്ഞേ ഞാൻ അവരോട് പറഞ്ഞാലും തലേന്ന് അതെടുത്തൊന്ന് വാട്സപ്പിൽ ഇട്ടേക്കണെന്ന്. അവരെണ്ണിയില്ലടാ. അത് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ സെലക്ട് അല്ലേ എന്റെ പൊന്നമ്മ. ഇത് ഇലക്ഷന് നിന്ന് തോറ്റിട്ട് ഇപ്പൊ തലേ മുണ്ടിട്ടല്ലാതെ ബാക്കിയുള്ളവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ മുണ്ടോലും ഇല്ലാതെ തന്നെ ഇറങ്ങണ തലയില്. അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇനി ഒരു മാസത്തേക്ക് അമ്മ ഈ വീടിന് പുറത്തിറങ്ങണ്ട. അയ്യോ, അത് പറ്റത്തില്ല. മറ്റേനാള് സത്യപ്രതിജ്ഞ എനിക്ക് പോണം. അതിന് അമ്മ തോറ്റതല്ലേ. തോറ്റാലെന്തുവാ? ജയിച്ചാൽ ഉടുക്കാൻ വെച്ചിരുന്ന പട്ടുസാരി പിന്നെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും? നമുക്ക് പോവാ. മേടിച്ചാലാണോ? നീ ഒറ്റൊരുത്തനാടാ ഈ അമ്മയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. വീട്ടിൽ 4 വാഴയുണ്ട്. അതിന് വളവിടാൻ പറഞ്ഞാൽ കേൾക്കാത്ത വാഴ 3 ആണ് എനിക്ക് വളവിടാൻ നടത്തുന്നത്. എന്തു ചെയ്യാനാണ്? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. ഞാൻ വേറൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെന്നാ? ഞാൻ ഇനി MP സ്ഥാനത്ത് മത്സരിക്കാൻ പോവാ. കേട്ടിട്ടില്ലേ? വരും. തീയിൽ കുരുത്താ വെയിലത്ത് വാടില്ല. അമ്മ, MP സ്ഥാനത്തോട്ട് മത്സരിക്കാൻ കുറഞ്ഞത് 10-ാം ക്ലാസ്സെങ്കിലും പാസ്സാവണം. ഓഹോ, എന്നാ ചരിത്രം മാറാൻ പോകുന്നു. നോക്കി നിൽക്കുന്നത് ഒരു മ്യൂസിക് വരേണ്ട സമയല്ലേ ഇപ്പൊ? ആ മ്യൂസിക്കാര് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നണേട്ടാ. അമ്മ എന്തായാലും കാര്യം പറയാമാ. ചരിത്രം വഴി മാറാൻ പോകുന്നു. തീയിൽ കുരുത്തത് ചെലപ്പം വെയിലത്തൊന്ന് വാടും. കേട്ടോ മ്യൂസിക് ഇടാത്തതില്. എന്റെ ആയിരിക്കും. അമ്മയ്ക്ക്. ഹലോ. ഓഹോ, എടാ, നീ
നീ ആ വോട്ടിന് കൊണ്ടുപോയ തുണ്ടിലെ രാധാമണിയമ്മ എന്തിയാടാ? അയ്യോ അമ്മ വോട്ടിടെ എടുത്തോണ്ട് വരാല്ലേ പറഞ്ഞോളൂ, തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചടാ? ഞാൻ UP സ്കൂളിന്റെ മതിലിൽ ചാരി വെച്ചിട്ടുണ്ടമ്മ. അമ്മ പേടിക്കണ്ട, തൂത്തുവാരി കളഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താന്ന്? അമ്മയുടെ ആ ഒരു വോട്ട് എവിടെ പോയി? ഇപ്പൊ സമയം എന്തായി? 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, പറയാം. സമയായില്ലേ? ഞാൻ എന്നാ പറയാം. ഞാൻ എല്ലാരോടും വോട്ട് ചോദിച്ചു, എല്ലാരും പറഞ്ഞു എന്തുവായിരുന്നു എന്റെ പേര്? ഗിരിജാവോ. ഗിരിജാവോസിക്കാണോട്ട്, ഗിരിജാവോസിക്കാണോട്ട്. നീയും പറഞ്ഞില്ലേടാ? പറഞ്ഞായിരുന്നു. നിനക്ക് എവിടുന്നാടാ വോട്ട്? കള്ളം പറഞ്ഞോടാ. അങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ഇല്ലല്ലോ, എന്റെ ഒരു വോട്ട് ഞാൻ അങ്ങ് കൊടുത്തടാ. ആകെയുള്ള ഒരേ ഒരു വോട്ട് അതും കൊണ്ട് കളഞ്ഞിട്ട് നിക്കുവാ. പാട്ടൊന്ന് നിർത്തിക്കേ. അതെന്താ ഇപ്പൊ ഒരു മ്യൂസിക്? ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം എവിടാണ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നെന്ന് വെച്ചാ അവിടെ ഒരു പാട്ടങ്ങിട്ടേക്കാൻ. ഇനിയിപ്പോ എന്തായാലും പുള്ളിയെ പിണക്കണ്ട. അല്ല, അവനത് തോന്നി, അവനത് ഇട്ട്. ഇനിയിപ്പോ എന്തായാലും ഒന്നും കൂടെ പുള്ളിയെ പിണക്കണ്ട. തലയെ കൈ വെച്ചോ. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു മനുഷ്യനാട്ടോ പയ്യൻ. ആദ്യമായിട്ടാണ് പ്രണവിനെ ഒരാള് സോറി മുത്തേ, സോറിടാ. അവനെ ചെക്കൻ വിളിക്കേട്ടാ, അത് അവന് അതെ, മുത്ത് മതി. പക്ഷെ എന്താന്നറിയോ, എനിക്ക് മറ്റേ അടിച്ചൂക്കെ അടുക്കട്ടാണ് അവനെ. അവസാനം അടിപൊളിയായിരുന്നു മുത്തേ. താങ്ക് യു. ഈ ഫാമിലി ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ ചേച്ചി? ഭയങ്കര കറക്റ്റ്. നല്ല അമ്മ, നല്ല പ്രണവിന്റെ ഐഡന്റിറ്റി അവന്റെ മുടിയായിരുന്നു. അയ്യോ പോയി. അതായത് നമ്മള് മീഷോ ഒന്ന് ഓർഡർ ചെയ്ത് അഖിൽ കവലൂർ എന്നാണ് പറഞ്ഞോട്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഫിഗർ. അപ്പൊ പക്ഷെ എന്തിനാ മുടി വെട്ടിയത്? അത് ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി മുടി വെട്ടിയത്. നല്ല ചേഞ്ച്, വല്ലാത്തൊരു ചേഞ്ച് ആയി. വല്ലാത്തൊരു ചേഞ്ച്. അപ്പൊ എന്തായാലും രാധി ചേച്ചിയുടെ ഈ ഒരു കുടുംബത്തിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ ശ്വേത ചേച്ചി? യെസ്, നമുക്ക് നോക്കാം. ദാ തിരിഞ്ഞു നോക്കിക്കോളൂ. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. മണി 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 മണി. ഓ 40,000. കുറച്ചു പേർക്ക് 10 കോഴിയൊക്കെ വാങ്ങിച്ചോടി. ക്രെഡിറ്റ് ആയി, സന്തോഷായില്ലേ? അതെ, ആട് വളർത്തലിനൊരു ലോൺ. അതവിടെ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്തത്. നമ്മുടെ ടീമിനെ നമ്മൾ ഉടൻ തന്നെ ഇറക്കണം. അത് നമുക്കൊരു ഡിസ്കഷൻ വേണം. പോണം, വിഷയമാണ്, ഇറക്കിയേ പറ്റൂ. അവര് രാധിക ചേച്ചിയും സോണയും പ്രണവിനെ ഇറക്കുമെങ്കിൽ പറ. എടുക്കാൻ പോകുന്നത് സനീഷ്, സിന്ധു, മനോജ്. എന്റെ ചേച്ചി ആ ബാറ്ററി ഓൺ ആക്കാമോ? ഓണാണ്. എന്നതാ വരുന്നു സ്കെച്ച്. ഹലോ എടാ സുരേഷ്, നിന്റെ പപ്പ അസുഖം കൂടി പാറപ്പുറത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ പപ്പായ കൊണ്ട് തന്നത് ഞാനാ. ഞാന് നിന്നോടൊരു 5,000 രൂപ ചോദിച്ചപ്പോ നിനക്ക് തരാനില്ല. എടാ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. എന്തോന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ എൻ്റെ വീഡിയോ മോർഫ് ചെയ്ത് എൻ്റെ വീട്ടുകാരെ കൊണ്ട് കാണിക്കുമെന്നോ? എടാ അതൊന്നും എൻ്റെ വീട്ടുകാർ വിശ്വസിക്കത്തില്ല. കാരണം നിന്റെ കൂട്ട് കുത്തഴിഞ്ഞ ജീവിതമല്ല എൻ്റേത്. മാന്യമായി ലോൺ എടുത്ത് ജീവിക്കുന്നവനാ ഞാൻ, കേട്ടോ? വെച്ചിട്ട് പോടാ വെച്ചിട്ട്. ചേട്ടാ, നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചോ? ഡെയിലി നാട്ടുകാർ വിളിക്കുന്നുണ്ട്, ഇനി ഞാനിവിടെ വിളിക്കാം. അതല്ല ചോദിച്ചത്, നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചിട്ട് എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തിന്? ഒരു പ്രോഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാ, അല്ലാതെ കസ്റ്റമറിനല്ല. എന്തായാലും ആ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാ. പൊട്ടിപ്പോയ കമ്പനിയുടെ പ്രോഡക്റ്റ് ആര് വന്ന് സർവീസ് ചെയ്യാൻ? നിന്റെ അച്ഛന് വാഴ കൃഷി ഉണ്ടായിരുന്നോടി? എങ്ങനെ മനസ്സിലായി? അല്ലേ പിന്നെ 5 അടി പൊക്കത്ത് ഇതുപോലൊരു വാഴ ഇവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ വായ്പ എടുത്തോ? ഇന്നൊരു കാരണവും കിട്ടിയില്ല. അതിനവള് ചെറുപ്പത്തിലെ കഥയും കൊണ്ട് വന്നേക്കുക. ഇത് ഞാനും ചെയ്തിട്ടുണ്ട്, കുട്ടിയെങ്കിലും ചെയ്തിട്ടുണ്ട്, വലിയെങ്കിലും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ വായ്പെടുത്തത്. എന്റെ ചേട്ടാ, വായ്പ നിങ്ങൾ ആപ്പിന്ന് ലോൺ എടുത്തോന്ന്? എടുത്ത
എങ്ങനെ അടയ്ക്കും? നീ അതിന്റെ വായ അങ്ങ് അടക്കി, ഞാൻ അടച്ചോളാം. പിന്നെ ബാത്റൂമിൽ കയറിയ വാതിൽ അടയ്ക്കാത്ത എങ്ങനെ ഇനി ലോൺ അടയ്ക്കാൻ പോകുന്നത്? ലോണൊക്കെ എന്റെ ലോൺ ആപ്പിലൂടെ ഞാൻ വീണ്ടും ലോൺ എടുക്കും. നിനക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെ ലോൺ എടുത്താൽ മതി വരാത്ത ഒരു മനുഷ്യൻ. എന്റെ ചേച്ചി അപ്പുറത്ത് ഒരു സലൂണ് തുടങ്ങി. ഈ സലൂണിന്റെ ലൂണ് കേട്ടതും ഏതോ ലോൺ കൊടുക്കുന്ന ബാങ്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ പോയി ലോൺ ലോൺ ആപ്പ് ഉള്ളിടത്തോളം കാലം ഞാൻ ലോൺ എടുത്തു തിരിച്ചടക്കണം വേണ്ടത് ഞാൻ തീരുമാനിച്ചത് കേട്ടോ. നിങ്ങൾ എന്താ വേണേലും ചെയ്തേണ്ട. എന്റെ അമ്മാവും വിളിക്കുന്നു. അയ്യോ, അമ്മാവന് 100 ആയുസാണല്ലോ. ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ആപ്പിന്റെ വിളി വന്നു. ഹലോ അമ്മാവാ. ആണോ? ശരി ഓക്കെ. ചേട്ടാ, എന്റെ അമ്മാവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങോട്ട് പോകണ്ടവനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരും? നിങ്ങൾക്ക് അല്ലേലും എന്റെ അമ്മാവെന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എങ്ങനെ ദേഷ്യം ഉണ്ടായിരിക്കും? നമ്മുടെ കല്യാണത്തിന് പപ്പടത്തിന് വേണ്ടി പന്തലിൽ കിടന്ന് അടിയുണ്ടാക്കിയ മനുഷ്യനായാലും അറിയാവോ? ഓ ചേട്ടാ, അത് പപ്പടം എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഒരു വീക്ക്നെസ്സാ. ഞാൻ വീക്ക്നെസ് ഉള്ള അമ്മാവൻ ഞാൻ 5 പപ്പടം കൊണ്ട് കൊടുത്തിട്ട് അയാൾ പപ്പടം കിട്ടുന്ന വെള്ളം ഉണ്ടാക്കിയെന്ന്. അയ്യോ, അത് അമ്മാവന് പപ്പടം കിട്ടാഞ്ഞിട്ടല്ല. അമ്മാവന്റെ കൂട്ടുകാരി പങ്കജാക്ഷിക്ക് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മാവന്റെ വീക്ക്നെസ് പപ്പടമല്ല, പങ്കജാക്ഷിയാ. അങ്ങനെ നിങ്ങൾ എന്റെ അമ്മാവനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അമ്മാവൻ ഒരു ദിവസം കുറഞ്ഞതൊരു 10 പേരെങ്കിലും ഉപദേശിച്ച് നേരെയാക്കും. 10 മക്കളുള്ള ഈ അമ്മാവൻ അമ്മായിയോട് വീണ്ടും ട്രൈ എന്ന് പറഞ്ഞപ്പോ ഇയാളെ ഉപദേശിക്കാൻ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, നമ്മളൊന്ന് പറഞ്ഞ അമ്മാവൻ ചാവും. അയ്യോ, എന്നാ എന്റെ കുഞ്ഞ നീ ഫോൺ എടുത്ത് നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അതാണോ പറഞ്ഞത്? നമ്മളോട് ഭയങ്കര ഇഷ്ടം അമ്മാവൻ, അതുകൊണ്ടല്ലേ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഒരിഷ്ടവും ഇല്ല. കഴിഞ്ഞ ആഴ്ച എന്റെ 1 മില്യൺ അടിച്ച വീഡിയോ ഞാൻ അങ്ങനെ കഴിച്ചു കൊടുത്തിട്ട് അയാൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ലൈക്ക് പോലും ചെയ്തില്ല. പിന്നെ എന്തോ സ്നേഹമാണെന്നാ നീ പറഞ്ഞേ? എന്തോ സ്നേഹമാണെന്നാ പറയുന്നത്? ശശികലേ എന്തോ വടിയാട്ടൊക്കെ? ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു സഭാകമ്പം, അതിന് വടിയാട്ടിങ്ങ് പോരുന്നത്. അപ്പൊ പ്രഭാതത്തിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ വന്ദേ ഭാരത്. പ്രഭാതത്തിൽ വന്നോട് പ്രഭാത വന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതുകൊണ്ട് അമ്മാവൻ ഇങ്ങോട്ടല്ലേ വന്നേ, അപ്പൊ അമ്മാവന്റെ വിശേഷം പറ. എന്റെ പൊന്നു മക്കളെ, എനിക്കിപ്പോ ഗ്യാസ് ഇല്ല. അത് കൊള്ളാം. ആഞ്ഞൊരു ചുമ നോക്കുമ്പോ മേൽശ്വാസവും കീഴ്ശ്വാസവും ഒന്നിച്ചു പോകുന്ന അമ്മാവന് ഗ്യാസ് പറഞ്ഞത്. എടാ, വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഇല്ലെന്നല്ലേ പറഞ്ഞു വന്നത്. മൊത്തം പാളിച്ചായിട്ട് നിൽക്കുക. ബിസിനസ് ഒക്കെ എങ്ങനെ വന്നമ്മ? എന്റെ പൊന്നു മക്കളെ, ഇപ്പൊ ആരും കൈ കടത്താത്തത് കാരണം എന്റെ ബിസിനസ് 8 നില പൊട്ടിയിരിക്കും. അതെന്തോ വർത്താനോ ഈ പറയുന്നത്? ആരെങ്കിലും നമ്മുടെ ബിസിനസ് കൈ കടത്തുമ്പോഴല്ലോ നമ്മുടെ ബിസിനസ് പൊട്ടുന്നേ. എടാ, എനിക്ക് ഗ്ലൗസിന്റെ ബിസിനസ് അല്ലേ. ആരെങ്കിലും കൈ കടത്താതെ ആ ബിസിനസ് വിജയിക്കോ? അതുകൊണ്ട് 8 നില പൊട്ടി നിൽക്കുവാണെന്നാ ഞാൻ പറഞ്ഞത്. വന്ന സ്ഥിതിക്ക് ഇച്ചിരി വെള്ളം എടുത്തോ, ക്ഷീണിച്ച് നിൽക്കും. മോട്ടർ ഓഫ് ആക്കി. മോട്ടർ എപ്പോഴും ഓഫ് ചെയ്തല്ലയോ? ഇനി ഞങ്ങൾക്ക് 2 പേർക്കും ഡയലോഗ്, നിനക്ക് ഡയലോഗ് ഇല്ല. എടാ പോവാ. അമ്മാവനും പോവാന്നോ? അയ്യോ, ഞാൻ പോവാന്നല്ല പറഞ്ഞു. എടാ പൂവാൻ കോഴി, നിന്റെ കുൽസിത പ്രവർത്തികൾ ഈ അമ്മാവൻ പൊക്കി. എടാ, വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞേ നിനക്ക് അനാവശ്യം കാണിക്കും. അപ്പൊ ഞാൻ പറയുന്നതാണ് വിഷയം അല്ലേ? നീ വന്നേ, ഇതൊന്ന് നോക്കി. എടുക്കാച്ച ഐറ്റം. ഇത്ര വൃത്തികെട്ട വീഡിയോ ഒക്കെ അമ്മ കാണുന്നത്. ഇത്ര വൃത്തികെട്ട വീഡിയോക്കകത്ത് അഭിനയിക്കുന്ന ആരാന്നറിയോ? ഈ വൃത്തികെട്ട മോന്താണ് ഈ വിട്ടിയോർത്ത് വീഡിയോക്കകത്തുള്ളത്. സത്യം പറയടാ, ഈ വൃത്തികെട്ടവന്റെ കൂടെ ഇരിക്കുന്ന പെങ്കൊച്ചാരാ? ലോണുകാര് പണി തന്നോ തോന്നല്ലോ. പറയടാ, പറ. അമ്മാവാ, ഇത് മോർഫിംഗ്. അപ്പൊ പെണ്ണിന്റെ പേര് കിട്ടി മോർഫിംഗ്. അപ്പൊ ഈ മോർഫിംഗ് ആയിട്ട് നിനക്ക് എന്താണ് ബന്ധം? സത്യം പറ. എന്റെ അമ്മാവാ, ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ 15 മിനിറ്റ് കണ്ടന്റ് ഉണ്ടായിരുന്ന വീഡിയോയാ. അപ്പൊ കൗണ്ടർ മാത്രം അടുക്കി വെച്ച് വീഡിയോ ആക്കി വെച്ചിരിക്കുക. സത്യം പറയടാ, ഉണ്ടാക്കി പറയണത്. നിനക്ക് ഇതെങ്ങനെയാണ് പറ്റിയത്? സുരേഷ്, നീ പറഞ്ഞ കാര്യം സത്യമായല്ലോ. പറ. അമ്മാവാ, ഇത് AI വീഡിയോ. ഇത് AI വീഡിയോ അല്ല, ഇത് യുവർ എ വീഡിയോയാണ്. ഇതെങ്ങനെയാ ഉണ്ടായത്? ഇതെങ്ങനെ ഉണ്ടായത്? ഞാൻ പറയാം. ഞാൻ 50,000 രൂപ ലോൺ എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി ചെയ്തതാ. നീ 50,000 രൂപ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ഇമാതിരി വീഡിയോ എടുത്തത്. എടാ, എനിക്ക് 5 ലക്ഷം രൂപ ലോൺ ഉണ്ട്. അത് അടയ്ക്കാൻ വേണ്ടി ഇത്തിരി വീഡിയോ എടുക്കുവായിരുന്നെങ്കിൽ ആ മൊട്ട ജോണി വന്ന് എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി. ഇത് കണ്ട നോക്കി, കണ്ണ് എന്റെ ആണോ? നിന്റെ അല്ല. മൂക്ക് എന്റെ ആണോ? അതല്ല. താടി എന്റെ ആണോ? അതുമല്ല. താഴോട്ട് നോക്കി. എന്നെ കൂടെ പഠിപ്പിക്കാൻ നിൽക്കുകയാണ് അവിടുന്ന്. എടാ, നിന്റെ കണ്ണും മൂക്കും താടി ഒന്നും നിന്റെ അല്ല. പക്ഷെ നീ തിരിഞ്ഞു നിന്നപ്പോൾ നിന്റെ പുറത്തുള്ള കാക്കപ്പുള്ളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് നിന്റെ വീഡിയോ തന്നെയാണെന്ന്. അമ്മാവാ, ഈ AI ഉള്ള കാലത്ത് കാക്കപ്പുള്ളി കൊലപ്പള്ളി ആക്കുന്ന കാലഘട്ടം ഇതറിയാവോ? എന്നാലും ബാക്കിയുള്ളവർ നീ കൊലയ്ക്ക് കൊടുത്തല്ലോ അവിടുന്ന്. എടാ, നിന്റെ ഈ വീഡിയോ എങ്ങാനും നമ്മുടെ ഇഞ്ചക്കാട്ടിൽ ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എങ്ങാനും വന്നാൽ നമ്മൾ എന്ത് ചെയ്തേ? അമ്മാവ, നമുക്ക് ഗ്രൂപ്പിന്റെ പേരങ്ങ് മാറ്റാം. എന്ത് മാറ്റും? ഇംഗിതം നാക്കാം. നിന്റെ ഒറ്റയടിക്ക് നിന്റെ ഇംഗിതം ഞാൻ കളയാൻ ഞാൻ പറയാം കേട്ടോ. അടുത്ത ഇംഗിതം വരുന്നുണ്ട്. എന്താ പാടി? ചേട്ടാ, അമ്മാവൻ വന്നല്ലേ, ഇച്ചിരി കപ്പ ഇരിപ്പുണ്ട്, എന്ത് ചെയ്യണം? പിന്നെ കൊന്നേക്കെ.
ഒലത്തും അല്ല കപ്പ അമ്മാവൻ ഒലത്തണോ അതാ അങ്ങനെ മോളെ കപ്പയാകുമ്പോഴത്തേക്കിനും ഒരു കാര്യം ചെയ്യണം, ചെറുതായിട്ട് കൊത്തിയിട്ട് ഇത്തിരി തേങ്ങാപ്പീര്, മുളകും ഉള്ളിയും മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി അടുപ്പേന്ന് വാരി ഇങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് ഇച്ചിരി എലിവശം കൂടെ കടക്കിട്ട് പിന്നെ ഉണ്ടാക്കി കയറ്റി കുറയുന്നു. എന്തോ വർത്താനം അമ്മാവി പറയുന്നത്? എന്തോ വർത്താനമാണോ പറയുന്നോ? നീ വന്നേ, നീ എത്രയാടാ ഇങ്ങോട്ട് കയറി വരുന്നത്? നിന്നാണ് വിളിച്ചത്, അവളെയല്ലേ വിളിച്ചത്? ഇങ്ങോട്ട് വരൂ. എന്നെ അമ്മാവാ നീ അവന്റെ വീഡിയോ കണ്ടായിരുന്നു? എന്റെ 1 മില്യൺ അടിച്ച വീഡിയോ ഇല്ല എന്റെ കാര്യം അമ്മാനി പറയുന്നത്. അയ്യോ ഞാൻ കണ്ടു. എന്നാലും അമ്മാവൻ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നത് മോശമായി. ലൈക്ക് ചെയ്യാതെ മോശമാണെന്നോ? ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്റെ BP കൂടിയിട്ട് BP-യുടെ 10 ഗുളിക ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്ട്രാങ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവന് ലൈക്ക് അടിച്ച് ഇവന്റെ ബെൽ ബട്ടൺ തല്ലി പൊട്ടിക്കാൻ അറിയോ? എന്തോ അമ്മാവൻ ഈ പറയുന്നേ? നീ അത് കണ്ടായിരുന്നോ? എന്റെ അമ്മാവ ഞാൻ കണ്ടു. കണ്ടതാണെന്നുണ്ടെങ്കിൽ നിന്റെ അഭിപ്രായം പറയാം, എന്നിട്ട് വേണം എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. ഉള്ളത് പറയാലോ അമ്മാവ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ടും എന്റെ ചേട്ടന്റെ ഇതുപോലൊരു പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എന്റെ സ്കില്ലിനെ കുറിച്ചാ പറയുന്നത്. സ്കില്ല് ഇത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ അവിടുന്ന്. അതെ അമ്മാനൊരു കാര്യം അറിയാം? എന്നാ മോനെ? അടുത്ത വീഡിയോ ഞങ്ങൾ രണ്ടുപേരുടെ ചെയ്യുന്നേ. ഞാൻ നിർബന്ധിച്ചതല്ലേ, അവിടെ ഇഷ്ടമാണേ. നിനക്കെന്നാടി ഭ്രാന്തുണ്ടോടി? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അയ്യോ അത് അമ്മാവന്റെ അസൂയം കൊണ്ട് പറയുവാ. അമ്മാവ് ഇങ്ങനെ അസൂയപ്പെടാതെ അമ്മായിയും കൂടെ വിളിച്ച് ഇതുപോലൊരു വീഡിയോ ചെയ്ത് എടി മുട്ടുവേദനയ്ക്ക് കുഴമ്പ് തേച്ചോണ്ടിരിക്കുന്ന അമ്മായി ഈ പ്രായത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്? എന്റെ അമ്മാവ പ്രായം ഇതിനൊരു പ്രശ്നമല്ല. അല്ലേ? അടിപൊളി. എന്നാലും ഇപ്പൊ ഞങ്ങളാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ അമ്മാവ അതായത് പ്രായമുള്ളവർ ചെയ്യുമ്പോഴാ ഇത് കൂടുതൽ വൈറലാകും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഈ വീഡിയോ ഇവിടെ എങ്ങനെ കാണിക്കും? മക്കളെ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ അമ്മാവന്റെ വേണ്ടാത്ത വൃത്തികെട്ട ഒരു വീഡിയോ മോള് കാണാൻ ഇടയായാൽ മോളുടെ അഭിപ്രായം എന്തായിരിക്കും? നിന്റെ അമ്മാവനെ ജോഡി എന്റെ സ്വന്തം അമ്മാവനൊന്നും അല്ല, എന്റെ വകയിൽ അമ്മാവനോ. ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടുന്ന്? അത് വിട്ടാരെ വേറൊരു ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരന് ചില പ്രത്യേക സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരുന്നു. സ്വാഭാവികം. ഈ ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവന്റെ ഫോട്ടോ ചേർത്ത് മോർഫിങ്ങ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് ഒരു വീഡിയോ ഇറങ്ങി. അത് മോള് കണ്ടാൽ മോളുടെ അഭിപ്രായം എന്തായിരിക്കും? എന്റെ അമ്മാവ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായിരിക്കുമല്ലോ ഇവൻ ലോൺ എടുത്തേക്കുന്നത്. അതാണ്. അപ്പൊ ഇവൻ അറിയാതല്ലേ ഈ വൃത്തികെട്ട വീഡിയോ ഒക്കെ വന്നത്. അതെ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങ് ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മോളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കുടുംബത്തിലുള്ളതോ? അതെ. അതാരാ? ഈ നിൽക്കുന്ന നിന്റെ കഴകം ഭർത്താവ്. കലേ എന്റെ അമ്മാവ എനിക്കൊരു നാരങ്ങ മേടിച്ചു തരാത്ത ഇങ്ങനെ ഇപ്പൊ മോർഫിങ്ങയുടെ പെണ്ണുമായിട്ട് വീഡിയോ കാണിക്കാൻ പോയേക്കുന്നു. അമ്മാവൻ പറഞ്ഞോടൊന്നുമല്ല, ഞാൻ അറിയാതെ എന്റെ ഒരു പെണ്ണിന്റെയും ചെറിയ ഇമ്മണിക്കോളം ഒരു വീഡിയോ അമ്മാന്റെ മുമ്പിൽ കിടന്നു. അപ്പൊ നിങ്ങൾ അറിയാതെ ചെറിയ ഇമ്മണിക്കോളം വീഡിയോ വന്ന് നാളെ നിങ്ങൾ ഇത് സിനിമ ഇറക്കത്തില്ലായിരുന്നോ? ഞാനതാ പറയുന്നത്. ഇമ്മണിക്കോളം ഉള്ളത് ഇപ്പൊ വീഡിയോ ഇതിനകത്ത് വൈറലാക്കി. നാളെ ഇവൻ 2.5 മണിക്കൂറുള്ള സിനിമ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് ടിക്കറ്റ് കണ്ട് നിന്നെ കാണാൻ വിളിച്ചാ നീ എന്നാ ചെയ്യും? അതുകൊണ്ടാ പറഞ്ഞ ഈ കിഴങ്ങിനെ വിട്ടിട്ട് മോൻ എന്റെ വീട്ടിലോട്ട് പോരെ. ഈ വൃത്തികെട്ടവരോട് ഞാൻ താമസിക്കത്തില്ല. ഞാൻ എന്റെ അമ്മാന്റെ കൂടെ പോവാ. നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. നീ ആ മോർഫിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരി പെണ്ണില്ലേ, അവളുമായിട്ട് നേരെ അമേരിക്കക്ക് വിട്ടു. എന്തോത്തിന്? എടാ ഇപ്പൊ അതിന്റെയൊക്കെ തുടക്കം അവിടുന്നാ പറയുന്നത്. എടി ഈ അമ്മാവൻ പറഞ്ഞോടൊന്നും അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്ന സത്യാവസ്ഥ കേക്ക്. ഞാൻ ലോൺ ആപ്പ് വഴി ലോൺ എടുത്ത കാര്യം നിനക്ക് അറിയാമല്ലോ. അത് തിരിച്ചടക്കാത്തത് കൊണ്ട് ആ ലോൺ ആപ്പുകാർ എനിക്ക് വന്ന ആപ്പാന്ന് അതൊരു എന്റെ ഫോട്ടോ എടുത്ത ഒരു മോർഫിംഗ് ചെയ്ത് വെച്ചേക്ക് വന്നു. എന്റെ പൊന്ന് കിഴങ്ങ, എന്നാ നിനക്ക് ഇത് നേരത്തെ വാതൊന്നും പറയാൻ മേലായിരുന്നോ? നേരത്തെ പറഞ്ഞാൽ ഇത്രയും കൗണ്ടർ കൂടെ പറയാൻ പറ്റുമായിരുന്നു. എല്ലാ കൗണ്ടർ അടിച്ചാലെന്തോ ഇപ്പൊ നാണക്കേടുകൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം, അമ്മ ഒരു കാര്യം പറയാം. ഈ പ്രശ്നങ്ങളൊന്നും ആറി തണുക്കുന്നത് വരെ നമുക്ക് 3 പേർക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ? ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പ്രൈമോട്ടാവും. അതല്ലെന്ന് പറഞ്ഞത്. നമുക്ക് ഈ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നാലോ? എങ്ങോട്ടേലും അങ്ങ് പോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഊട്ടിക്ക് ഒരു ട്രിപ്പ് വെച്ചാലോ? അത് കൊള്ളാം, അടിപൊളിയാ. ഇടുക്ക് സാധനം മൊബൈലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. അല്ല പിന്നെ പോകുന്ന വഴി ചെലവിനുള്ള കാശൊക്കെ വേണ്ടായോ? അത് വേണം. അതിന് നമുക്ക് അമ്മാവന്റെ മൊബൈലിൽ നിന്ന് ലോൺ ആപ്പ് വഴി ലോൺ എടുക്കാം. അമ്പട പുളിസോ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എന്നിട്ട് വേണം AI യുവർ വീഡിയോ എടുത്ത പോലെ മൈ എ വീഡിയോ എടുക്കാൻ. അല്ലടാ ഒരു തർക്കം വേണ്ട അല്ലേ? അല്ല ഒരു കാര്യം പറയാൻ കേട്ടോ. ഇന്നത്തെ 2 സ്കിറ്റും ഞങ്ങള് വടക്കേക്കരക്കാര് പ്രസന്റ് ചെയ്തതായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. ഹലോ അതൊന്നല്ല, ഇത് ഞങ്ങളുടെ ടീം ഇറക്കിയ ഞങ്ങൾ കിടില ഞങ്ങൾ എടുത്തോളാം. ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ മുഖം കണ്ടോ? അയ്യോ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, ഒരു പ്രശ്നവും. ഞങ്ങളുടെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നല്ല സ്കിറ്റ് ആയിരുന്നു. ഇത് 3 പേരും
ഈ ഭാര്യയും ഭർത്താവെന്നും പറയേ വേണ്ട, ഒരു അസാധ്യം. അതിന് മുകളിൽ ഒരു ചെറിയായിട്ട് മനോജ്. അതെ, അതല്ല മറ്റായിരുന്നു അടിപൊളി. മൊത്തത്തിൽ അയ്യോ ഇത് ഇത് ഞാനൊക്കെ ഈ കഴിവുണ്ടായിരുന്നെങ്കിൽ മറ്റേ മൊട്ട ജോഡിയൊക്കെ വേറെ പോയത്. മൊത്തത്തിൽ എല്ലാരും എൻജോയ് ചെയ്തു. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആണ്. എപ്പോഴും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ആശയങ്ങൾ മീൻസ് നമ്മൾ നിസ്സാരമായിട്ട് രീതിയിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സൂപ്പറായിട്ട് അതിന് മത്സരിച്ച് ചേച്ചി അഭിനയിക്കും. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സ്കിറ്റിന്റെ ബാക്കി നമുക്ക് കാണണ്ടേ ബൈ? ആ ബാറ്ററി നിങ്ങൾ എല്ലാരും നോക്കിക്കോളൂ. സ്ക്രീനിൽ നോക്കാം ബാറ്ററി. അഭിവാദ്യങ്ങൾ അതാണ്. പിന്നെ അല്ല, ഒരു 2000 രൂപയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ടീമിന് കിട്ടിയില്ലേ? വയ്ക്കണേ ഇതിന്റെ മുകളിൽ ഇനി വയ്ക്കും, എല്ലാം വയ്ക്കും. ആ കഴിവുകൾ വേണ്ടിട്ട് നിങ്ങൾ നിറഞ്ഞാടുന്ന എന്തിനാണെന്ന് ചേച്ചിയെ 42,000 rupees ഇട്ട് കൊടുത്തോളൂ. അവരൊന്നും വിട്ടായില്ല. വിട്ടുകൊടുത്ത് എന്റെ മണി ഒന്നും ഇളകണില്ല. അത് ഒത്തിരി പൂളാമണിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, പൈസ കൊടുക്കണം. ഒരു മോർഫിംഗ് ഒരു AI ഇല്ലാണ്ട് 42,000 rupees ക്രെഡിറ്റ് ചെയ്തോളൂ ചേച്ചി. 42. നമ്മുടെ പഞ്ചായത്ത് ഭയങ്കര ആവേശമല്ലേ? അല്ല, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പഞ്ചായത്ത് മൊത്തം ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഏലംകുളം പഞ്ചായത്ത് അവിടെയുണ്ട്. അപ്പൊ എന്തായാലും ശക്തരായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി യുദ്ധം ഇവിടുന്ന് തുടങ്ങാം. അതാകുമ്പോ അവരങ്ങോട്ട് തല്ലി ചത്തോളും. വിജയകുമാരി ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ് നിങ്ങളുടെ നാട് അല്ലേ ചേച്ചി? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതെ, ഒരുപാട് കലാകാരന്മാർ, പ്രശസ്തരായ മൺമറഞ്ഞു പോയവരും ഇപ്പോൾ നിലകൊള്ളുന്നതുമായ ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് ഞങ്ങൾ അടൂര്. അടൂർ ഭവാനി, അടൂർ ഭാസി, അടൂർ പങ്കജം, അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? ആ ഒരു കലാ കുടുംബത്തിൽ നിന്നാണ് അങ്ങനെയുള്ളവർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നില്ല. ഇല്ല, അതെന്താണെന്നറിയാവോ? എന്തുകൊണ്ട്? ഇവര് ശക്തരായ ആൾക്കാർ. അതുകൊണ്ടല്ല, ഒരു ഫ്ലോറിൽ 2 പ്രസിഡന്റ് വേണ്ടെന്ന് പുള്ളി വിചാരിച്ചു. അത് കറക്റ്റാ. അപ്പൊ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അമ്മയുടെ പ്രസിഡന്റിനെ കൂടെ ഇവിടെ സ്വാഗതം ചെയ്യണ്ടേ? ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രമാണിയാണ്. അപ്പൊ ശ്വേത ചേച്ചി, please join us. അങ്ങനെ ഞങ്ങളുടെ പ്രസിഡന്റ് ഇനി അങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷത്തിലേക്കാണ്. ഇനി ഉത്സവം ഞങ്ങൾ നടത്തും. അതെ, ഉത്സവം ഞങ്ങൾ നടത്തും. പക്ഷെ ഉത്സവം നടത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കണ്ടേ? ഇനി അങ്ങോട്ടേക്കുള്ള അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളത് നോക്കണം. ഒരു തർക്കമില്ല, ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയാണ്. ഏറ്റവും പൈസ കൂടിയ 42,000 രൂപ വരെ നേടിയ കിറ്റ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങൾക്ക് തരുന്നത് 40,000 വരെ ഉള്ളൂ. അല്ല, എന്നാലും വാല്യൂ ഹാസ്യത്തിന്റെ ചിരിയുടെ പവർ കൂടുതൽ ആ സൈഡായിരുന്നു. ആസ്മയുടെ വലി ഇങ്ങ് കേട്ട് ഞാൻ പറഞ്ഞുതരാം. 42,000 രൂപ കിറ്റ് ഇത് ഞങ്ങൾക്ക് തന്നെയാണെന്നുള്ള പൈസയില് കഴിവുകൾ അളക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിർത്തിയ ബഹളം വേണ്ട. ഒറ്റ കാര്യം പറയാനുള്ളൂ, അമൃത TV തീരുമാനിക്കട്ടെ. ഓ എന്റെ പൊന്ന് ചക്കരെ, ഞാൻ അതെങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് ലിപ്സ്റ്റിക് ആയി. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കമ്പനി തീരുമാനിക്കട്ടെ. അത് സത്യമായിരിക്കുമല്ലോ. സത്യത്തിന് മുന്നിൽ എപ്പോഴും അമൃത TV ഒന്നായിട്ട് നിൽക്കാണ്. ഒരു കാര്യം ചെയ്തിട്ട് വീഡിയോ കോൾ കാണിക്കട്ടെ. വീഡിയോ കോൾ കാണിച്ചോ കമ്പനി. ആരാണ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്?
Happy birthday to you. അഭിവാദ്യങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ശ്വേത ചേച്ചി. Happy birthday ചേച്ചി. 2026 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശ്വേത ചേച്ചിക്ക് കടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ശ്വേത ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. അല്ല അതെ, ഇത് വേണ്ടതല്ലേ, ഇങ്ങനെ ആശംസ വീഡിയോ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ശ്വേത ചേച്ചിക്ക് അങ്ങനെ കിട്ടിയാത് സന്തോഷമല്ലേ? പിന്നെ അല്ലേ? പക്ഷെ ആരും അങ്ങനെ ചോദിക്കില്ലല്ലോ ശ്വേത ചേച്ചി. പക്ഷെ ചേച്ചി ആരും തരാറുമില്ല, ഉറപ്പാണോ? പറയാറുമില്ല. ഉറപ്പാണോ? പക്ഷെ ഞങ്ങളുണ്ട് ചേച്ചി. അതെ, ഞങ്ങള് മാത്രമല്ല, ചേച്ചിയെ സ്നേഹിക്കുന്ന എല്ലാവരും ചേച്ചിക്ക് വിശ്വസ് തരുന്നുണ്ട്. കാണണ്ടേ പൊന്നത്, കാണണ്ടേ അങ്ങോട്ട്. ഇപ്പൊ സർപ്രൈസ് ആയോ? അവിടെ നോക്കിക്കോ, ചേച്ചീനെ സ്നേഹിക്കുന്ന എല്ലാരും ചേച്ചിക്ക് ബർത്ത്ഡേ വിഷസ് ഇപ്പൊ പറയുന്നതായിരിക്കും. Happy birthday to you. Happy birthday to you. Happy birthday Amma President. Happy birthday ശ്വേത. ശ്വേത എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ്. എപ്പോൾ കണ്ടാലും ആ ചിരിയും ആ ഒരു എന്താ പറയുക വളരെ പോസിറ്റീവ് വൈബ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ശ്വേത. കുറേ സന്തോഷം. ഒരു 150 വർഷം മിനിമം ജീവിക്കണം. ആ 150 വർഷവും അമ്മയുടെ പ്രസിഡന്റായി തന്നെ ഇരിക്കണം. അതാണ് ഞങ്ങളുടെ ഞാൻ ഒരു എന്താ പറയുക, ഒരു 10-50 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇഴഞ്ഞു നടക്കായിരുന്നു. അന്നും ശ്വേത ഇങ്ങനായിരുന്നു, ഇന്നലെ കണ്ടപ്പോഴും ഇങ്ങനെയായിരുന്നു, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എപ്പോഴും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ജന്മദിന ആശംസകൾ. ലവ് യു ഡാർലിംഗ്. ഹായ് ശ്വേത, ഹൗ ആർ യു? ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷിംഗ് യു ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഹാപ്പിനെസ്, ഹഗ്സ് ആൻഡ് കിസസ്. പിന്നെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഇത് ഞാൻ എന്റെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ദിസ് റോസ് ഈസ് ഫോർ യു. നമസ്കാരം ശ്വേതാബായി, പിറന്നാൾ ആശംസകൾ. ഇനിയും ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് പിറന്നാളുകൾ ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ അമ്മയുടെ സാരഥിയായ എൻ്റെ പ്രിയ സുഹൃത്തായ ശ്വേത മേനോൻ, ശ്വേതാബായിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ്. ഹായ് ചേച്ചി. Happy birthday to you. Happy birthday to you. Happy birthday dear ചേച്ചി. Happy birthday to you. Keep smiling, stay happy and stay blessed. And ഇതുപോലെ ഇനിയും ഒരുപാട് ബർത്ത്ഡേസ് നമുക്ക് ഇതുപോലെ എല്ലാവർക്കും കൂടെ ആഘോഷിക്കാൻ പറ്റട്ടെ. Lots of love coming your way and once again happy birthday. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാള് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. ഒരുപാട് ശ്വേതയുടെ പടങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്. മാത്രവുമല്ല, അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റാണ്, അതിൽ അഭിമാനിക്കുന്നു. എന്തായാലും ഈ ബർത്ത്ഡേ കൊണ്ടാടുന്ന ഈ നിമിഷത്തിൽ എന്റെ 1000 വിഷസ് ഞാൻ നേരുകയാണ്. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനിയും ഒരുപാട് നാളുകൾ നല്ല സൽപ്രവർത്തികൾ ചെയ്യാനും അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ കാഴ്ചവെക്കാനും ശ്വേതയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ശ്വേത, താങ്ക് യു. താങ്ക് യു സോ. ഹാപ്പി ആയോ? കുടുംബാംഗങ്ങൾ എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് അമൃത ടിവിയിലെ കുടുംബാംഗങ്ങളാണ്. അപ്പൊ അവരെല്ലാവരും ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, നല്ല സർപ്രൈസ് ആയിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം മറന്നു പോവാണ്. സന്തോഷം. താങ്ക് യു അമൃത ടി വി, താങ്ക് യു കോഡെക്സ്, താങ്ക് യു അനുജ്, താങ്ക് യു ദി എൻറ്റയർ. നിങ്ങളെല്ലാവരും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ടു ദി എൻറ്റയർ ടീം ആൻഡ് ടു മൈ ലവ്ലി ബ്രാറ്റ്സ്. താങ്ക് യു. ബ്രാറ്റിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ പരിപാടിയും കൂടെ. സബ്ജക്ട് അത് ഏപ്രിൽ 1 തുടങ്ങുന്നത്, അപ്പൊ കറക്റ്റാ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്ന് പറയുന്നത് ആഘോഷം കുറച്ചും കൂടെ കിടുക്കാച്ചിയാക്കണം. അതിന് നമ്മുടെ ബർത്ത്ഡേ കേക്ക് ആണ് വരാൻ പോകുന്നത്. ശ്വേത ചേച്ചിക്ക് വേണ്ടി ശ്വേത ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക്. വീണ്ടും 1000 ജന്മദിനാശംസകൾ നേരുകയാണ് നമ്മുടെ ശ്വേത ചേച്ചിക്ക്.
എന്നാ ചേച്ചി കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday. Happy birthday. Happy birthday. Happy birthday. Many happy birthday. Many happy birthday. I love you. കേക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ? ഹാപ്പി ആയില്ല? ഇനി അവർക്കുള്ള കേക്ക് ഇതാ, നിങ്ങൾക്കുള്ള കേക്ക് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുതരാം. അപ്പൊ എന്തായാലും ചേച്ചി വീണ്ടും 1000 ജന്മദിന ആശംസകൾ നേരുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ റിമൈൻഡർ എനിക്ക് കൊടുക്കാറുണ്ട്. കേക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപടി പോയി കിടന്ന് ഉറങ്ങരുത്. രാത്രിയാണ് ഞാൻ സ്വീറ്റ്സ് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ.